ഹായ് നമസ്കാരം. ഭാസ്കരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ വിശ്വകർമ്മ പ്രകാശ് പോലുള്ള വാസ്തു ടെക്സ്റ്റ് ബുക്കുകളിൽ വളരെ എടുത്തു പറയുന്ന ചില കാര്യങ്ങളാണ്. ഈ ദേവാലയങ്ങൾ അല്ലെങ്കിൽ പൂജാമുറികൾ, വീട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ പൂജാമുറികളിൽ ആണികൾ വളരെ കുറച്ച് ഉപയോഗിക്കാവൂ. നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൂജാമുറി കെട്ടിയിട്ട് ഒരുപാട് പടം തൂക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാട് ആണികൾ അടിച്ച് അതിൽ ദൈവത്തിൻ്റെ പടങ്ങൾ തൂക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആണികളുടെ ഉപയോഗം പരമാവധി പൂജാമുറിയിൽ കുറയ്ക്കണമെന്നാണ് വാസ്തു നിർദ്ദേശം. കാരണം ആണികളൊരു താമസിക ഫോം ഓഫ് തമസ് രജസ് എന്ന് പറയുന്നത്, പൂജാമുറി സാത്വിക എനർജിയുടെ സോണാണ്. അവിടെ ഒരു താമസിക എനർജിയുടെ സോഴ്സായിട്ടുള്ള ആണികൾ കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആണികൾ ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് ചുവരിൽ പടം ഒട്ടിക്കുകയോ അല്ലെങ്കിൽ നാച്ചുറൽ ഹുക്കേഴ്സ് ഉണ്ട്. അതുപോലെ ആണി നമുക്ക് ഈ തടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ആണികളുണ്ട്. അത് നമുക്ക് സിമെൻറ്റിൽ ആദ്യമേ വച്ച് പോയാൽ മതി. അപ്പോൾ അത്തരം ആണികൾ വയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഇരുമ്പ് ആണികൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇരുമ്പ് ആണികളാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഇത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, മാഗ്നറ്റിക് ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇപ്പോൾ ഇപ്പം ഈ ഡെയ്റ്റീസ്, അതായത് നമ്മൾ ദേവതകളെ അല്ലെങ്കിൽ നമ്മൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവങ്ങളുടെ പടങ്ങൾക്ക് ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഓറ ഉണ്ടാവും. ഈ ഓറ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഈ ആണികൾ കാരണമാകുമെന്നാണ് വാസ്തു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മെറ്റൽ ആണികൾ നമ്മൾ മാക്സിമം പൂജാമുറിയിൽ കുറയ്ക്കുക. ഇത് തന്നെയാണ് വാസ്തുവിൻ്റെ മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ബാത്റൂമുകളിലും ഇതുപോലെ ആണികൾ കുറയ്ക്കാൻ പറയുന്നുണ്ട്. ബാത്റൂമുകളിലും വളരെ പോസിറ്റീവ് സോണായിട്ട് നമ്മൾ വിചാരിക്കുന്ന മറ്റ് ചില സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് ആണികളുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. കാര്യം ആണികളുടെ ഉപയോഗം ഒരു തരത്തിൽ എനർജി ഇംബാലൻസുകളുണ്ട്. കോസ്മിക് എനർജിക്ക് ഒരു ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് ഈ ആണികളെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആണികൾ ഈ ചിലരുണ്ട് ഈ വീടുകളിൽ മൊത്തം ആണി തിറച്ച് വെച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം പടം ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ പ്രത്യേകിച്ച് പൂജാമുറി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ആണിയുടെ ഇരുമ്പ് ആണികൾ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ അതുപോലെ തന്നെ അവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നത്, ഈ സൗണ്ട് റെസൊണൻസിനെ ബാധിക്കും. അത് ഈ പൂജാമുറി സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മണിയടി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥന മന്ത്രങ്ങൾ ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് വൈബ്രേഷനെ അത് ഇല്ലാതാക്കുന്നു. ഈ ആണികൾ ഇതിനൊരു ഒബ്സ്ട്രക്ഷനായിട്ട് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, റിലവൻറ്റ് പോയിൻ്റാണ്, നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. കഴിയുന്നതും ഇരുമ്പാണികൾ പൂജാമുറിയിൽ കുറയ്ക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.